നല്ല നിലക്ക് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള സലാം ജയിച്ചു വരിക തന്നെ ചെയ്യും. അതല്ല ഇപ്പൊ പറയുന്നതല്ലേ. ഇപ്പൊ അതല്ല അദ്ദേഹം ഇതിനേക്കാളും അധികം അദ്ദേഹം പറയാൻ നിർബന്ധിതനാവും. കാരണം CPM വോട്ടല്ലാതെ പിന്നെ ഏത് വോട്ടാ അദ്ദേഹത്തിന് കിട്ടിയത്? ആരാ അദ്ദേഹത്തെ ഇവിടെ വിജയിപ്പിച്ചത്? അദ്ദേഹമാക്കിയത് ചെറുപ്പം നാൾ തൊട്ടേ ഞങ്ങളെ പാർട്ടിയല്ലേ. നിങ്ങൾ കാണേണ്ടത് ഒരാള് പാർട്ടിയിൽ വളർന്നു വരുന്നത് അയാള് എല്ലാ തരത്തിലും പൂർണ്ണവാനായിട്ടല്ല. ഒരു മനുഷ്യരെന്ന നിലക്കുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഓരോ ആൾക്കും ഉണ്ടാവും. ആ കുറവുകളും പോരായ്മകളും ഒക്കെ നല്ല നിലക്ക് ഇടപെട്ട് തിരുത്തി നല്ലതുപോലെ വളർത്തിയെടുക്കുന്ന നിലയാണ് പാർട്ടി സ്വീകരിക്കുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിൽ ആദ്യം വിദ്യാർത്ഥി പ്രവർത്തനം, പിന്നെ പാർട്ടിയിൽ മറ്റു വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, അതിലൂടെയൊക്കെ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞ അറിവ് അത് പാർട്ടിയിലൂടെ ലഭിച്ചതാണല്ലോ. പാർട്ടിയാണല്ലോ അദ്ദേഹത്തെ വളർത്തുന്നത്. ആ പാർട്ടിയെ ആകെ തള്ളിപ്പറഞ്ഞ് എനിക്ക് പാർട്ടിയുടെ വോട്ടൊന്നും ആയിരുന്നില്ല, മറ്റേതോ വോട്ടായിരുന്നു എന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ. നിങ്ങളെല്ലാം ഈ ജില്ലക്കാരാണല്ലോ. നിങ്ങൾ അല്പം ഒരു ചിരിയോടെയായിരിക്കുമല്ലോ അത്തരം വാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവുക. പിന്നെ CPIM-നെതിരെ പറയുന്നതായതുകൊണ്ട് ചെറുക്കൊരു സുഖം തോന്നുന്നു മാത്രം. എന്നാലും ഇത്തരം കാര്യങ്ങളിലെ ഒരു പരിഹാസ്യത എല്ലാവർക്കും ബോധ്യമാകുമല്ലോ. അതായത് കൃഷ്ണപിള്ള സ്മാരകം തകർന്ന സമയത്ത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ആ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അതിനെ തടഞ്ഞു എന്നുള്ളതാണ്. അതിൽ സജി ചെറിയാന് സംശയവിലയിൽ നിർത്തിക്കൊണ്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പം ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ന്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതിൻ്റെ ഭാഗമാണ്. ഇവിടെ സജി ചെറിയാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയിലെ നല്ല നിലക്ക് വളർന്നു വന്ന ഒരു പാർട്ടി നേതാവാണല്ലോ. പക്ഷേ ആ സഖാവിനോട് അദ്ദേഹത്തിന് എത്രമാത്രം വൈമുഖ്യമുണ്ടായി എന്താണല്ലോ ഈ പ്രസ്താവനയിലൂടെ കാണുന്നത്. അങ്ങനെ ഒരു നില എടുത്തു പോകേണ്ട കാര്യമുണ്ടോ? ഒരാളെ വ്യക്തിപരമായി വളർന്നു വരുന്നത് മറ്റാരും ഇവിടെ വളരണ്ട എന്നൊരു നിലപാട് അങ്ങനെ സ്വീകരിച്ചു പോകേണ്ട കാര്യമുണ്ടോ? അതുകൂടിയില്ലേ അതിൻ്റെ പിന്നിൽ? അങ്ങനെയൊക്കെയാണോ കാണേണ്ടത് കാര്യങ്ങൾ? ഭുവനേശ്വരൻ നമ്മുടെ അനശ്വരനായ ഒരു രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ സ്മരണ അതിൻ്റെ നിലയിൽ നിന്ന് അറുത്തി മാറ്റി ഇപ്പം ചെന്നുപെട്ട ക്യാമ്പിനെ ന്യായീകരിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെന്നുപെട്ട ക്യാമ്പിനെ നല്ല നിലക്ക് പിന്താങ്ങുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ഏതിനെയും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.